ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ അഭിമാനമായിട്ട് വരുന്നതാണ് ലളിതയിൽ നിന്ന് ഈ റോസത്തിന് ഇവിടെ കിട്ടിയത്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വരാൻ സാധിച്ചത്, നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചത്. തിരുവനന്തപുരം ആറ്റുകാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ്. ഞാൻ ജനിച്ചതും വളർന്നും പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. ഏകദേശം ഒരു 10-13 വർഷമായിട്ടുള്ള ഒന്നാമത്തേക്ക് പോയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേക്കും ഞാൻ ആറ്റുകാൽ വരാറുണ്ടായിരുന്നു. ഇപ്പം എറണാകുളത്താണെങ്കിൽ പോലും നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും തടസ്സമൊന്നുമില്ലെങ്കിൽ ആറ്റുകാൽ വരാറുണ്ട്. അപ്പം അത്രയും പ്രിയപ്പെട്ട സ്ഥലമാണ് ആറ്റുകാലാണെങ്കിൽ ഈ ക്ഷേത്ര പരിസരം എനിക്ക്. എന്നെ ഏറ്റവും കൂടുതൽ ഇത്ര അടുപ്പത്തി ഈ അമ്പലമായിട്ട് നിർത്തുന്നത് എൻ്റെ ചോറുകൂടെ അമ്മയുടെ നടയിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു ക്ഷേത്രത്തിൽ കയറുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. എത്ര പറഞ്ഞാലും അമ്മയുടെ കഥകളും ഐതിഹ്യങ്ങളും ഒന്നും തീരുക. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയ ഉത്സവങ്ങൾ ഒന്നാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ കുട്ടികളാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. ചെറുപ്പം തൊട്ടേ മാറ്റിക്കുന്നു. എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ പൊങ്കാലയ്ക്ക് അപ്പോഴൊപ്പം ഞാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ മണക്കാട് അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്, അവിടെയായിരുന്നു പൊങ്കാല ഇട്ടിരുന്നത്. എനിക്കിപ്പോഴും ആ ഓർമ്മകളൊക്കെ ഇന്നലെ നടന്ന പോലെയാണ്. കാരണം ഞങ്ങൾ കുട്ടികളെല്ലാവരും ഒരുമിച്ച് കൂടി അമ്മമാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും പുതുമുച്ചൂട്ടെടുക്കാനും അരികളിൽ വൃത്തിയാക്കാനും അങ്ങനെ അടുപ്പെടുക്കാനും എല്ലാത്തിനും ഞങ്ങൾ കുട്ടികളും മുൻപത്തിലുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അടുപ്പൊക്കെ ഒരുക്കി കലം വെച്ച് അമ്മ അരി ഞങ്ങളുടെ കയ്യിൽ തരുമായിരുന്നു. എന്നിട്ട് പറയും ആറ്റുകാലം ഇഷ്ടമുള്ളതെല്ലാം പ്രാർത്ഥിച്ചോളൂ, എന്നിട്ട് പ്രാർത്ഥിച്ച് കലത്തിലേക്ക് എറിയിട്ടുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ കാര്യവും അമ്മ നടത്തുന്നുണ്ട്. എത്ര പറഞ്ഞാലും എൻ്റെ കുടുംബമായിട്ട് എൻ്റെ കുടുംബത്തിലുള്ള കഥകൾ ഒരിക്കലും കഴിയില്ല. അത്ര സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ വരാൻ സാധിച്ചതിലും ഇത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും. ഇതിനു മുന്നേയും കമ്മിറ്റിയിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില തടസ്സങ്ങൾ കാരണം എനിക്ക് വരാൻ പറ്റില്ല. ഇന്നായിരുന്നു ആ നിമിത്തം. കറക്റ്റ് സമയം ഇല്ലായിരുന്നു. ഒത്തിരി സന്തോഷം. ഒരുപാട് കലാപരിപാടികൾ ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങളുടെ ഡാൻസിൽ കാണാൻ വരുമായിരുന്നു. അതിന്ന് ഇന്ന് ഈ ഒരു വേദി ഉദ്ഘാടനം ചെയ്യുന്ന കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയായിട്ട്. അതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് കൂടിയാണ് എനിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും എല്ലാത്തിനും ഒരുപാട് നന്ദി. എൻ്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്. മച്ചാല മാലാക സൗഭിക്കാണ് അഭിനയിക്കുന്നത്. എല്ലാവരും തിരിച്ചു പോയിട്ട് കാണുക. നമ്മളെല്ലാവരും റിവ്യൂ അറിയിക്കുക. ഒരുപാട് നന്ദി. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യത്തെയും പൊങ്കാല മനോഹരമാകട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്രാവശ്യം ഞാനുണ്ടാവും പൊങ്കാലയ്ക്ക്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മുടെ